ആ സ്ലാം ബുക്കിനേക്കാൾ വലിയ തെളിവ് ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ട് സൃഷ്ടി. നിനക്കറിയോ, ഞാൻ ഹോസ്പിറ്റലിൽ പോയിരുന്നു അച്ഛമ്മയുടെ റിപ്പോർട്ട്സ് വാങ്ങാൻ. അപ്പൊ ഞാൻ അവിടെ മെറ്റേണിറ്റി പേഷ്യൻസിന്റെ രജിസ്റ്ററിൽ ഷെല്ലിന്റെ സിഗ്നേച്ചർ കണ്ടു. പിന്നെ ഒരു കാര്യം കൂടി അറിഞ്ഞു, അവളിന്ന് മെറ്റേണിറ്റി ഡോക്ടറിനെ എന്തായാലും കണ്ടിട്ടുണ്ട്. അതിനുശേഷം ഞാനും കിരണും ഹോസ്പിറ്റലിൽ പോയി. ഓ മൈ ഗോഡ്, ഇത് എന്തൊരു ന്യൂസാ ചേച്ചി. അപ്പൊ ചേച്ചിക്കും കിരൺ സാറിന്റെ ഹോസ്പിറ്റലിൽ നിന്ന് തെളിവുകളൊക്കെ കിട്ടിയോ? ഇല്ല, തെളിവ് ഇതുവരെ ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങള് ഷെല്ലിന്റെ വീട്ടിലേക്ക് പോവുക. ഓക്കെ കൂൾ, ഞാനും വരാം. ഇല്ല സൃഷ്ടി, നീ ഇപ്പൊ വരണ്ട. കിരൺ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനും കിരണും മാത്രം പൊക്കോളാം, നീ വീട്ടിലിരുന്നോ. യെസ്, ഇറ്റ്സ് എ ബ്രില്യന്റ് പ്ലാൻ. ഓഫ് കോഴ്സ് കിരൺ സർ, സാറിന്റെ ഐഡിയ ബ്രില്യന്റ് തന്നെ ആയിരിക്കും. ഐഡിയ എന്താ? ആക്ച്വലി ഞങ്ങള് ഷെല്ലിന്റെ വീട്ടിൽ പോകും. എന്നിട്ട് അവളോട് ഓരോ ചോദ്യങ്ങളായി ചോദിക്കും. അതിനുശേഷം എനിക്ക് വയ്യാത്ത പോലെ അഭിനയിക്കും, ഞാൻ തലകറങ്ങി വീഴുന്ന പോലെ കാണിക്കും. അപ്പോ ഷെല്ലിന് എനിക്ക് വെള്ളം എടുക്കാൻ വേണ്ടി പോകും. അവള് ഞങ്ങളുടെ കൺമുന്നിൽ നിന്ന് മറയുമ്പോ അപ്പൊ തന്നെ കിരൺ അവിടെ ബെഡ്റൂമിലേക്ക് പോയിരിക്കും. ഒരു മിനിറ്റ്, അവിടെ പോയിട്ട് എന്ത് കിട്ടാനാ? അല്ല, അവിടെ ഷെല്ലിന്റെ ഹോസ്പിറ്റലിലെ റിപ്പോർട്ട്സ് നമുക്ക് കിട്ടില്ലേ. നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ പോകുമ്പോ അവിടെ നിന്ന് അവര് നമുക്കൊരു ഫയൽ തരും. അതിൽ നമ്മുടെ എല്ലാ റിപ്പോർട്ട്സും ഉണ്ടായിരിക്കും. സോ ഐ എം ഷുവർ അതെന്തായാലും അവളുടെ ബെഡ്റൂമിൽ തന്നെ ഉണ്ടായിരിക്കും. അവിടെ നിന്ന് കിരൺ അത് എടുത്തിട്ട് വരും. അപ്പൊ നമുക്ക് ഉറപ്പായും പ്രൂവ് ചെയ്യാം, അതായത് ഷെല്ലിൻ പ്രഗ്നന്റ് ആണെന്ന്. ചേച്ചി എനിക്ക് വരണം, ഞാനും വരുന്നു. പ്ലീസ് 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 പ്ലീസ്. ഇല്ല, നീ വരണ്ട. നീ ഇൻഫാക്ട് വീട്ടിലിരുന്ന് അമ്മയെ ഹാൻഡിൽ ചെയ്യും. ശരി, ഞാൻ നിനക്ക് പ്രോമിസ് തരാം. അഥവാ ഞാൻ എന്തെങ്കിലും അറിയുവാണെങ്കിൽ സൃഷ്ടി, ഞാൻ നിന്നെ തന്നെ ആദ്യം വിളിച്ചറിയിച്ചോളാം. പ്രോമിസ് അല്ലേ ചേച്ചി? എന്നെ തന്നെ ആദ്യം ഇൻഫോം ചെയ്യണം, അവള് പ്രഗ്നന്റ് ആണോ അല്ലേ എന്നുള്ള കാര്യം. അല്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം, ഞാൻ ഒരിക്കലും ചേച്ചിയോട് മിണ്ടില്ല. ഓക്കെ ഫൈൻ. ഓക്കെ ചെല്ലിപ്പോ. ബൈ. ഓക്കെ ബൈ. ഒന്നുമില്ലമ്മേ. ഒന്നുമില്ലല്ലേ? ഞാൻ നിങ്ങളുടെ അമ്മയാ, എല്ലാം മനസ്സിലാകും. എന്താ പറ്റിയേ? ചിലപ്പോ വിഷമിക്കുന്നു, ചിലപ്പോ മിണ്ടാതിരിക്കുന്നു. ഇവിടെ എന്താ നടക്കുന്നേ? ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ കിരണിനെ വിളിക്കാം, എന്നിട്ട് അവരോട് ചോദിക്കാം. അമ്മ എന്തിനാ വിളിക്കില്ല? എന്തിനാ അമ്മ ഇപ്പൊ കിരൺ സാറിനെ വിളിക്കുന്നത്? എന്തൊക്കെയാ അമ്മ കാണിക്കുന്നത്? എന്താ എനിക്ക് വിളിച്ചാല്? ഞാൻ നിന്റെ അമ്മയായിട്ട് പോലും ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. നീ അവന്റെ വലിയ ഫാനല്ലേ? അവൻ നിന്റെ ഹീറോയും. അവൻ എന്ത് പറഞ്ഞാലും നീ കേൾക്കുമല്ലോ. അപ്പൊ ഞാൻ അവനെ ഫോൺ ചെയ്തിട്ട് അവനോട് പറയാ നീ എന്തോ മറക്കുന്നുണ്ടെന്ന്. ഫോണിങ് താ. ഒരു മിനിറ്റ് അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? അമ്മയാണ് എനിക്ക് ആരെക്കാളും വളരെ വളരെ ഇമ്പോർട്ടന്റ്. ഐ പ്രോമിസ്, ഐ സ്വെയർ, ഐ ലവ് യു. എന്നാ പിന്നെ എന്നോട് പറഞ്ഞോട് എന്താ കാര്യമെന്ന്. എന്താ ഇത്ര രാത്രിയായിട്ടും പ്രീത തിരിച്ചു വരാത്തത്? എന്ത് രഹസ്യത്തിന്റെ കാര്യം പറയുന്നേ? എന്താ നടക്കുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താ? പ്രോമിസ് ഇട്ടേ അമ്മ ദേഷ്യപ്പെടില്ലല്ലോ? കാര്യം പറ എന്നോട്. എത്ര നേരെ നിൽക്കുന്നു? ഞാൻ ചോദിക്കല്ലേ, എന്റെ നെഞ്ചിടിക്കുന്നു, എനിക്കൊക്കെ ടെൻഷൻ ആകുന്നു. കിരൺ സാറിനും പ്രീത ചേച്ചിക്കും തോന്നുന്നു ഷേർലിൻ രോഹിത് ചേട്ടനെ ചീറ്റ് ചെയ്യാണെന്ന്. ഷേർലിന് വേറെ ഏതോ ഒരു അഫയർ ഉണ്ട്. പിന്നെ ഈ കാര്യം എനിക്ക് നേരത്തെ അറിയാം, അത് ഞാൻ അമ്മയോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. പിന്നെ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് കിരൺ സാറും ചേച്ചിയും കൂടെ എവിടെയോ പോയത്. ഒരു മിനിറ്റ് സൃഷ്ടി, നീ എന്തൊക്കെയാ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആരുടെ സത്യാവസ്ഥ? എന്ത് ഷെർലിൻ, നീ എന്തൊക്കെയാ പറയുന്നേ? ആദ്യം നീ മര്യാദയ്ക്കൊന്ന് പറയേ. ഓക്കെ, ഷേർലിൻ പ്രഗ്നന്റ് ആണമ്മേ, പക്ഷെ ആ കുട്ടി രോഹിത് ചേട്ടന്റെ അല്ല. ഇത്രയും വലിയൊരു കാര്യം പ്രീത എന്നോട് പറഞ്ഞതേ ഇല്ലല്ലോ. പ്രീത കിരണിന്റെ കൂടെ ഈ സത്യാവസ്ഥകളൊക്കെ അന്വേഷിക്കാൻ പോയത് ശരി തന്നെ, പക്ഷേ എന്നോട് പറയായിരുന്നില്ലേ? എനിക്ക് ആദ്യം മുതലേ ആ പെണ്ണിന് ഇഷ്ടമല്ലായിരുന്നു. അന്നൊരു ദിവസം ഞാൻ രാധികയോട് പറഞ്ഞതാ. എനിക്ക് മനസ്സിലാവുന്നില്ല, ഇത്രയും നല്ലൊരു കുടുംബത്തിലേക്ക് ഇങ്ങനൊരു പെണ്ണ് വന്നാൽ എങ്ങനെ ശരിയാകും? കാരണം രോഹിത് എന്ത് നല്ല പയ്യനാ. അവന്റെ കൂടെ ഷെർലിൻ ഒട്ടും തന്നെ ചേരില്ല. ഇത്രയും വലിയ കാര്യം പ്രീതി എന്തിനു മറച്ചു വെച്ചു? ഹലോ, നീ എന്താടി ചിന്തിക്കുന്നേ? എന്താ കാര്യം? ഇപ്പൊ എന്തോ പറ്റി? ആക്ച്വലി ഞാനിപ്പോ നിന്റെ പ്ലാൻ സൃഷ്ടിയോട് ഫോണിലൂടെ പറഞ്ഞില്ലേ, ഞാനിപ്പോ റിയലൈസ് ചെയ്തു ഇതൊരു ഫ്ലോ പ്ലാൻ ആണെന്നാ. എക്സ്ക്യൂസ് മീ,
ഇത് എന്റെ പ്ലാനാ. ഓക്കെ, ഇത് ഒരിക്കലും ഫ്ലോപ്പ് ആവില്ലടി. ഇത് കിരൺ നമ്പറുടെ തലയിലുണ്ടായ പ്ലാനാ. പിന്നെ എങ്ങനെ ഇത് ഫ്ലോപ്പ് ആവുന്നേ? ചുമ്മാ ഓർന്ന് പറഞ്ഞോണ്ടിരിക്കും. ആയിക്കോട്ടെ, പ്ലാൻ നിന്റെ ആവാം, എന്റെ ആവാം, ഏതെങ്കിലും മാസ്റ്റർ മൈൻഡിന്റേതാവാം. പക്ഷെ ഫ്ലോപ്പ് പ്ലാൻ ആണെങ്കിൽ ഫ്ലോപ്പ് പ്ലാൻ തന്നെയല്ലേ? റിയലി എന്നാ പറയൂ, എന്റെ പ്ലാനിൽ എന്താ കുഴപ്പമെന്ന്. ശരി കേട്ടോ, നിന്റെ പ്ലാനിലെ ഏറ്റവും വലിയ മണ്ടത്തരം എന്താണെന്ന് വെച്ചാൽ ഇതാണ്. ഷെല്ലി നമ്മളെ രണ്ടുപേരും ഒന്നിച്ചൊരിടത്തിരുത്തിയിട്ട് വെള്ളം എടുക്കാൻ പോകുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? എന്തുവന്ന്? എന്താ 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 എടി, നമ്മുടെ ഇടയിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? അവര് നമ്മളെ രണ്ടുപേരും തനി വിട്ടിട്ട് പോകാനും മാത്രം എന്താ പറയും? ഓ മൈ ഗോഡ്, ഡബിൾ ടഫ് ഡോങ്കി. അല്ല, നിന്റെ തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? ഞാൻ ഒരു കാര്യം എയെ കുറിച്ച് പറയുമ്പോ നീ ബി യെ കുറിച്ചാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്. ഏയ് ഒരു മിനിറ്റ്, ഞാൻ ഒരു ABCDയും പറഞ്ഞില്ല. ഓക്കെ, അത് ഞാൻ ഉദ്ദേശിച്ച ഇതാണ്. ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി ശ്രമിക്കുമ്പോ നീ വേറെ എന്തെങ്കിലും കാര്യമാവും പറയുന്നത്. എന്താ എല്ലാ കാര്യവും നിനക്ക് തമാശയാണോ? എന്തുവാന്ന്? നീ സീരിയസ് ആയാണോ പറഞ്ഞേ? ആ, അങ്ങനെയാണെങ്കിൽ നിനക്ക് സെൻസ് ഓഫ് ഹ്യൂമർ എന്ന സാധനവും ഇല്ല. ആ ശരിയാ, എന്റെ സെൻസ് ഓഫ് ഹ്യൂമർ സീറോയാ. നീ അവിടുത്തെ ഇവിടുത്തെ കാര്യങ്ങൾ പറയുന്ന ഒന്ന് നിർത്തുവോ? കാരണം ഞാൻ പറയുന്ന കാര്യം വളരെ ഇമ്പോർട്ടന്റാ. ഞാൻ പറയുന്ന ഷെല്ലിനെ കുറിച്ച്. നിന്റെ പ്ലാൻ വെറും മണ്ടത്തരോ? അല്ല, എന്ത് മണ്ടത്തരോ നാടി. ഞാൻ നീ പറയുന്ന കേക്കില്ല. ഈ പ്ലാനില്ലേ, ഇത് നല്ല പ്ലാനാ. നമ്മൾ അവിടെ പോകും. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? നീ കേട്ടാലും ഇല്ലെങ്കിലും ഞാൻ നിനക്ക് പറഞ്ഞു തരാം ശരിക്കും ഈ പ്ലാനിലെ പ്രശ്നം എന്താണെന്ന്. നീ പാട്ടിന്റെ ശബ്ദം എന്തിനാ കൂട്ടുന്നേ? ഞാൻ പറയുന്ന കേൾക്ക്. ഷെർലിൻ എനിക്ക് വേണ്ടി വെള്ളം എടുക്കാനായി. ഷെർലിൻ എനിക്ക് വേണ്ടി ഒരിക്കലും വെള്ളം എടുക്കാൻ പോകില്ല. ഷെർലിൻ എന്നെ ഒരുപാട് വെറുക്കുന്നുണ്ട്. അവൾ എനിക്ക് വേണ്ടി എന്തിനത് ചെയ്യണം? നീ എന്താ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തത്? നീ എന്താ ഇങ്ങനെ ചെയ്യുന്നത്? വോളിയം കൂട്ടിയോണ്ട് എന്ത് സംഭവിക്കാനാ? എന്റെ കൈ എന്റെ ഹൃദയമിടിപ്പ് എന്താ പെട്ടെന്ന് കൂടിയത്? ഓ ഗോഡ്, എന്റെ ഹൃദയം എന്താ ഇത്ര ശക്തമായി ഇടിക്കുന്നേ? ആ ആക്സിഡന്റ് ഉണ്ടാവാൻ പോയില്ലേ, ചിലപ്പോ അതുകൊണ്ടായിരിക്കും. ആ ആക്സിഡന്റ് നടക്കാൻ പോയതല്ലേ, ചിലപ്പോ ഇനി അതുകൊണ്ടാവും. അവൾ എന്നോട് ഇത്രയും വലിയ കാര്യം അവക്ക് എന്നോട് പറയായിരുന്നില്ലേ? കണ്ടോ അമ്മേ, ചേച്ചി അമ്മയോട് ഒന്നും പറയാറില്ല. അമ്മയോട് ആരാ ഇത് പറഞ്ഞത്? ഞാനാ. കണ്ടോ അമ്മേ, ഞാൻ എല്ലാ സത്യവും അമ്മയോട് പറഞ്ഞില്ലേ? എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞില്ലേ? എത്ര നേരം നിന്റെ പുറകെ നടക്കേണ്ടി വന്നു നിന്റെ തിരുവാ ഒന്ന് മൊഴിയാൻ? നിനക്ക് ആദ്യം സത്യം പറയായിരുന്നില്ലേ? ശരി അമ്മേ, റിലാക്സ് റിലാക്സ്. ഇപ്പൊ അമ്മയ്ക്ക് പ്രീത ചേച്ചിയോട് ദേഷ്യമൊന്നുമില്ലല്ലോ? അപ്പൊ എന്റെ ശിക്ഷയും കൂടെ ക്യാൻസൽ ചെയ്യോ? ഞാൻ കള്ളം പറഞ്ഞതുകൊണ്ട്? നിന്റെ ശിക്ഷ ഒരിക്കലും ക്യാൻസൽ ചെയ്യില്ല. നിനക്കറിയാവുന്നതല്ലേ എനിക്ക് കള്ളം പറയുന്ന ഒട്ടും ഇഷ്ടമല്ലാന്ന്. എന്നിട്ട് നീ കള്ളം പറഞ്ഞു. ഈ വീട്ടിൽ ആര് കള്ളം പറഞ്ഞാലും അവർക്ക് ശിക്ഷയുണ്ട്. നാളത്തെ ശിക്ഷ കേട്ടോ. നമ്മളെ വീട്ടിൽ ജോലിക്ക് വരുന്ന ചേട്ടനല്ലേ, അയാള് നാളെ ഇല്ല. അപ്പോ നാളെ വീട്ടിലെ തുണികളും പാത്രങ്ങളും കഴുകണം, നന്നായിട്ട് വൃത്തിയായിട്ട്. നീ ചെയ്തോ, റെഡി ആയിക്കും. അമ്മേ ചെല്ലേ, നീ നിന്റെ ജോലി ചെയ്യ്. അമ്മേ, അമ്മേ, ഞാനൊന്നും ചെയ്യത്തില്ല. ചേച്ചി, നീ എനിക്ക് നല്ലൊരു പണിയാ തന്നത്. എന്നിട്ട് നീ ഇവിടെ ഹാൻഡ്സം ആയ ഒരാളുടെ കൂടെ എൻജോയ് ചെയ്ത് നടക്കുക. ഷെല്ലിന്റെ കള്ളത്തിനെ കണ്ടുപിടിക്കാനുള്ള എല്ലാ എക്സൈറ്റ്മെന്റും ഒറ്റയ്ക്ക് അനുഭവിക്കുക. എന്നിട്ട് ഞാനിവിടെ ഒരു ഫാഷൻ മോഡൽ ആവാൻ ആഗ്രഹിച്ചിരുന്ന ഞാൻ ഒരു ഇവന്റ് മാനേജറായി. ഷേർലിന്റെ വീട്ടിൽ നിന്ന് സ്ലാം ബുക്ക് കണ്ടുപിടിച്ച ശേഷം എനിക്കൊരു പുതിയ ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഡിറ്റക്റ്റീവ് ആയാലോ? ഇല്ല മോനെ, നീ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ കൊണ്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, നിന്നെ ഓർത്ത് എനിക്ക് ഒരുപാട് പേടിയുണ്ട്. ഇത്തവണ നീ എന്ത് പുതിയ കുരുക്കാ ഉണ്ടാക്കിയിരിക്കുന്നേ? മോമ, അങ്ങനെയൊന്നുമില്ല. ഞാൻ പുതിയതായി ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. അമ്മ ഒന്നുകൊണ്ട് ടെൻഷൻ ആവണ്ട. ഐ എം ടോട്ടലി ഫൈൻ. എനിക്കൊന്നുമില്ല. ജസ്റ്റ് റിലാക്സ്. ആ ഗുണ്ടകൾ എന്തിനാ വീട്ടിൽ വന്ന് നിന്നെ ഭീഷണിപ്പെടുത്തിയത്? മോം, ഞാൻ അമ്മയോട് എന്ത് പറയാനാ? അവര് നാടകം കളിക്കുന്നതാ, ആക്ടിങ് ചെയ്യുള്ളൂ. അവര് ഹാംഫുൾ അല്ല. ഇൻഫാക്ട് അവരെന്റെ ഫ്രണ്ട്സ് ആണ്. പൃഥ്വി, എന്നോട് കള്ളം പറയരുത്. അവരെ കണ്ടിട്ട് അത്ര നല്ലവരായി തോന്നുന്നില്ല. അവരുടെ കയ്യിൽ തോക്ക് വരെ ഉണ്ടായിരുന്നു. അങ്ങനെ തോക്കൊണ്ട് നടക്കുന്നവരാരും ഒരിക്കലും എന്റെ മകന്റെ കൂട്ടുകാരനാവാൻ സാധ്യതയില്ല. മോം, എത്ര ലവ്ലിയാണ് മോം. ഐ മീൻ ടു സേ, എല്ലാ മക്കളും അമ്മയുടെ മോനെ പോലെ ആവില്ലല്ലോ. നന്മയുള്ള, പാവം പിടിച്ച, ഇത്ര ക്യൂട്ടായ, പിന്നെ ഞാൻ ഇത്രയും നല്ലവനും ഇന്നസെന്റും സത്യസന്ധനായത് എങ്ങനെയാ അമ്മേ? അമ്മ കാരണം. കുട്ടിക്കാലം മുതൽ അമ്മ എന്നെ പഠിപ്പിച്ച ഓരോരോ കാര്യങ്ങളില്ലേ, അതൊക്കെ കാരണം. എല്ലാവരും ഇത്രയും ലക്കി ആയിരിക്കോ? സത്യമായിട്ടോ അമ്മേ, സത്യം. അമ്മയെ
പോലെ ഇത്രയും സ്നേഹമുള്ള ഒരു നല്ല അമ്മയെ കിട്ടാൻ. നീ ഇപ്പൊ ഷെർലിന്റെ വീട്ടിലൊന്നും അല്ലല്ലോ? ഏത് ഷെർലിൻ? ഓ ഷെർലിൻ. ഇല്ലില്ല, ഞാനെന്തിനാ അവിടെ പോകുന്നത്? അവൾ എന്റെ പാസ്റ്റ് ആണ്. എന്താ എന്നെ വല്ല പേപ്പട്ടിങ് കഴിച്ചു? എനിക്ക് അത്രയ്ക്ക് ബോധമില്ലാതാവാൻ? ഇല്ല. നീ സത്യം തന്നെയാണോ പറയുന്നത് പൃഥ്വി? സത്യമല്ലാതെ പിന്നെന്താ? നല്ല കാര്യം മോനെ. അവളിൽ നിന്ന് നീ മാറി നിൽക്കണം, അല്ലെങ്കിൽ അവൾ നിന്റെ സന്തോഷമെല്ലാം ഇല്ലാതാക്കും. ഏതെങ്കിലും ഒരു കുടുംബത്തിൽ അവളുടെ നിഴല് പതിച്ചാ ഉണ്ടല്ലോ, അവരുടെ നാശം സംഭവിക്കും. അല്ല, ഇവളൊക്കെ ഒരു പെണ്ണ് തന്നെയാണോ? ലേശം പോലും നാണമില്ല, മര്യാദയില്ല, ഒട്ടും സംസ്കാരവും ഇല്ല, ഒന്നും തന്നെ ഇല്ല. ദേ കണ്ടോ ഇപ്പോ അവൾ നമ്മുടെ ശത്രുവിന്റെ കുടുംബത്തിൽ കയറി പറ്റിയത്? ഞാൻ പിന്നെ വിളിക്കാം. അർജന്റായിട്ട് എനിക്കൊരു മീറ്റിംഗിന് പോവാം. ഓക്കെ, ബൈ. ഹലോ ഹലോ പൃഥ്വി. എന്തിനാ തുറച്ചു നോക്കുന്നത്? ഞാനെന്ത് ചെയ്തു? ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇതുവരെ നിനക്ക് നിന്റെ അമ്മയുടെ മനസ്സ് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. എപ്പോ നോക്കിയാലും എന്നെ കുറ്റം പറഞ്ഞോണ്ടിരിക്കും. നീ ആണെങ്കിൽ ഒരു സ്റ്റുപ്പിഡിനെ പോലെ കേട്ടോണ്ടിരിക്കും. എന്റെ പൊന്നോ, നിനക്കൊന്ന് വാടച്ച് വെക്കാമോ? ഓൾറെഡി അമ്മയുടെ ബക് 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 കേട്ട് എന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക. അതിനുള്ളിൽ നീയും കൂടെ തുടങ്ങരുത്. ഞാൻ പറയും. എന്തുകൊണ്ട് പറഞ്ഞൂടാ? നിന്റെ അമ്മ പറയുമ്പോ നീ കേട്ടിരുന്നല്ലോ. ഇനി ഇതൊന്നും സഹിക്കാൻ എനിക്ക് കഴിയില്ല. മനസ്സിലായി നിനക്ക്? ഇത് കേട്ടാ തോന്നുന്നു നിന്റെ അമ്മ എന്നെ കുറിച്ച് വളരെ നല്ലതാ പറയുന്നതെന്ന്. കണ്ട നാളെ മുതൽ ഞാൻ കേൾക്കാൻ തുടങ്ങിയതാ. അറിയാമോ എന്താ പറയുന്നെന്ന്? നോക്ക്, എന്റെ മോളുടെ അടുത്ത് നിന്ന് മാറിയെന്നോ അല്ലെങ്കിൽ നിന്റെ കാര്യം വളരെ കഷ്ടത്തിലാവുമെന്ന്. എന്നിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞോ? ഞാൻ സഹിക്കാതിരിക്കുകയാണോ? നീ പറഞ്ഞല്ലോ. ഇന്ന് നീ എന്താ പറഞ്ഞേ? ഐ ജസ്റ്റ് ഹേറ്റ് യുവർ മോം. എന്നോട് പറഞ്ഞില്ലേ? നീ ഒന്ന് പറഞ്ഞല്ലോ. ഇപ്പോലെ പറഞ്ഞത് യു ഹേറ്റ് മൈ മോം എന്ന്. ഇപ്പൊ ഈക്വൽ ആയില്ലേ? ഇനി മിണ്ടായിരിക്കും. ഞാൻ നിന്റെ അമ്മയെ അങ്ങേയറ്റം വെറുക്കുന്നു. മനസ്സിലായി നിനക്ക്? കണ്ണുരിട്ട് നോക്കണ്ട. ഞാൻ പ്രീതയല്ല, പേടിച്ച് നിൽക്കാം. മനസ്സിലായി നിനക്ക്? ഒരു മിനിറ്റ്, നീ റെഡിയല്ലേ? നിനക്ക് ഞാൻ ഒന്നുകൂടി എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാം. ആദ്യം ഷെർലിൻ ഡോർ തുറക്കുമ്പോൾ നമ്മൾ അകത്ത് പോകും. എന്നിട്ട് അവളോട് നമ്മൾ ചോദ്യം ചോദിക്കും അവളുടെ പ്രഗ്നൻസിയെ പറ്റി. അത് കേൾക്കുമ്പോൾ അവൾ ഞെട്ടിപ്പോവും. അപ്പൊ അവൾ പറയും അങ്ങനെ ഒരു കാര്യമില്ലാന്ന്. ഓക്കെ, അവൾ അവളുടെ സൈഡ് ക്ലിയർ ആക്കാൻ ശ്രമിക്കും. പക്ഷെ നമ്മൾ വീണ്ടും വീണ്ടും ചോദ്യം ചോദിക്കണം. അപ്പൊ അവൾക്ക് ദേഷ്യം വരും. നമ്മളോട് ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറയും. എന്നിട്ട് നമ്മൾ വെളിയിൽ പോവാതെ അവളോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. അവൾ വീണ്ടും പറയും ഇറങ്ങി പോവാൻ. ആ സമയം നീ ഒരു കാര്യം ചെയ്യണം. നീ വല്ലാണ്ട് അങ്ങ് കാറ് ചുമക്കണം, നന്നായിട്ട് ചുമക്കണം. അവൾ പേടിച്ച് പോകുന്ന പോലെ അവൾക്ക് തോന്നണം നിനക്ക് വെള്ളം തന്നില്ലെങ്കിൽ നീ മരിച്ചു പോവുമെന്ന്. അപ്പൊ അവൾ വെള്ളം എടുക്കാൻ പോകും. അന്നേരം ഞാൻ അവളുടെ ബെഡ്റൂമിൽ കയറി അതിനുശേഷം നീ അവളുടെ ബെഡ്റൂമിൽ പോയി അവളുടെ ഹോസ്പിറ്റൽ റിപ്പോർട്ട്സ് എടുക്കണം. കാരണം റിപ്പോർട്ട്സ് വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് അവൾ അവളുടെ റൂമിൽ എവിടെയെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടാവും. എത്ര തവണ പറയണം? ഇപ്പൊ എനിക്കിത് മുഴുവൻ മനപ്പാടമായി. അല്ല, സ്കൂളിലെ ടീച്ചേഴ്സ് പോലും കുട്ടികളെ ഇത്രയും തവണയൊന്നും ഒരിക്കലും പഠിപ്പിക്കാറേയില്ല. പിന്നെ ഞാനൊരു ഡോക്ടറാണ്. നീ എന്താടി ചെയ്യുന്നത്? ബെല്ലടിക്കാൻ പോയതാ. താങ്കളുടെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രം. എന്നെ അടിക്കാൻ വന്നു പറഞ്ഞല്ലോ. ഞാൻ നോക്കാം. ഒരു മിനിറ്റ്, വാ. എനിക്ക് തോന്നുന്നു ഇതാ വാടക ഗുണ്ടകളായിരിക്കുമെന്നാ. ഞാൻ പോയി നോക്കാം. നീ ഇവിടെ വന്നോ. നീ എന്തായി ചെയ്യാൻ പോകുന്നേ? ഒന്നുമില്ല. ആ വാടക ഗുണ്ടകൾ ഒരുപാട് അങ്ങ് സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് അവന്റെ സ്റ്റൈലിൽ തന്നെ ഞാൻ അവന് മനസ്സിലാക്കി കൊടുക്കാം. നീ ഇവിടെ തന്നെ നിന്നോ. അങ്ങോട്ട് മാറടി. അതെന്താ നീ ബെല്ലടിച്ചാ എന്താ അതിന്ന് മധുരമായ സംഗീതമാണോ വരാൻ പോകുന്നേ? ബെല്ലെപ്പോഴും ബെല്ല് തന്നെയല്ലേ? അത് നീ അടിച്ചാലും ഞാൻ അടിച്ചാലും എന്ത് വ്യത്യാസം ഉണ്ടാവാനാ? നീ ഉണ്ടല്ലോ ശരിക്കും പൊട്ടനെ പോലെ സംസാരിക്കുന്നേ. എന്താ പൊട്ടനോ? ഇന്ന് ഞാൻ ആ ഗുണ്ടയുടെ കഥ കഴിക്കും. അവന്റെ എല്ലാ അതിരുകളും കടന്നു കഴിഞ്ഞു. ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കാം. പോയി മിണ്ടായിരിക്കാൻ നോക്ക്. എന്താ ചെയ്യാൻ പോകുന്നേ? പൊട്ടനോ? ഞാൻ പൊട്ടനാണോടി? പ്രീത അറക്കൽ, എന്നോടൊരു കാര്യം പറയാം. നീ എന്ന് രാവിലെ പാവയ്ക്ക ജ്യൂസും ഉച്ചയ്ക്ക് പാവയ്ക്ക തോരനും വൈകുന്നേരം പാവയ്ക്ക ബജിയും രാത്രി പാവയ്ക്ക കൊണ്ടാട്ടോ അല്ലോടി കഴിക്കുന്നേ? എപ്പോ നോക്കൽ എന്നോട് വഴക്കൂടാൻ വന്നോളും. കുറച്ച് സ്നേഹത്തോടെ പെരുമാറി എന്താടി നിനക്ക് കുഴപ്പം? കിരൺ നമ്പ്യാർ. കാരണം നിന്നോട് ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവും. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നിന്റെ തലയിൽ കേറില്ല. എടി പെണ്ണെ, നീ എന്തിനാ എന്നെ ടച്ച് ചെയ്ത്? നിനക്ക് എന്നെ ടച്ച് ചെയ്യേണ്ട എന്ത് ആവശ്യം ഉണ്ടായിരുന്നത്? അത് പറയുന്നേ. നിക്ക് ഒരു മിനിറ്റ്. ഇപ്പൊ ഈ ഡോർ തുറന്നായിരുന്നോ? എന്തോ
എന്തോ ശബ്ദം കേട്ടു. ആരോ വന്നതുപോലെ തോന്നി. പക്ഷെ അത് തോന്നിയതാവും. ഡോർ എപ്പോഴും പൂട്ടിയിരിക്കല്ലേ. എനിക്ക് തോന്നിയത്. ബേബി ഇതാ നൈഫ്. ഇപ്പൊ തന്നെ എന്റെ കഴുത്തറുത്തന്നെ കൊന്നു കളഞ്ഞേക്കും. അയ്യോ നിനക്ക് എന്താ? അതൊക്കെ പറയും, ശബ്ദം ഉണ്ടാക്കരുത്. ബേബി പുറത്ത് കിരണും പ്രീതയും വന്ന് നിൽപ്പുണ്ട്. ഞാൻ ഡോർ തുറന്ന ഗുണ്ടയെ കുത്താൻ പോയപ്പോ അവിടെ കിരണും പ്രീതയും കണ്ട് ഞെട്ടിപ്പോയി. താങ്ക് ഗോഡ് അവരെന്നെ കണ്ടില്ല, കാരണം അവർ തമ്മിൽ സംസാരിക്കുമായിരുന്നു. അപ്പൊ അവരെന്നെ കാണുന്നതിന് മുമ്പേ തന്നെ ഞാൻ കഥ അടച്ച് കുറ്റിയിട്ടു. ഡാം ഇറ്റ്, ഇവർക്ക് വേറെ ഒരു പണിയില്ലാതെ നമ്മുടെ സത്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ പുറകെ തന്നെ നടക്കുക. ഞാൻ വീണ്ടും എവിടെയെങ്കിലും ഒളിക്കേണ്ടി വരും. ഞാൻ ഒരു കാര്യം ചെയ്യാം, മുകളിൽ നിന്റെ ബെഡ്റൂമിൽ പോയി ഒളിക്കാം. എന്താ? പക്ഷെ ഇതിന്റെ വാർഡ്രോബ് വളരെ ചെറുതാ. ഈ 6 അടി പൊക്കമുള്ള ഞാൻ എങ്ങനെ അതിനകത്ത് കയറി ഒളിക്കുമെന്ന് എനിക്ക് മനസ്സിലാവാത്ത. അടുത്ത തവണ നീ ഒരു കാര്യം ചെയ്യണം. അടുത്ത തവണ മുതൽ ഒളിച്ചിരിക്കാൻ ഒരു സ്ഥലം കണ്ടുവച്ചേക്കണം. കാരണം ഞാൻ എപ്പോ ഇവിടെ വന്നാലും എനിക്ക് ഒളിക്കേണ്ടി വരും. ഓക്കെ? അതെ, ആ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. നീ ഒരു കാര്യം ചെയ്, നീ ഇപ്പൊ എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കേ. ഇല്ലെങ്കിൽ ഇനി അവർക്ക് സംശയം തോന്നും ഞാനെങ്ങാനും എന്റെ ബോയ് ഫ്രണ്ടിന്റെ കൂടെ ഇരിക്കുന്നോണ്ടാ ലേറ്റ് ആവുന്നതെന്ന്. എനിക്ക് കഥ തുറന്നേ പറ്റൂ. നീ ചെല്ല്. പ്രോമിസ് ചെയ്ത് നിനക്ക് എല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ശരി, നിക്ക്. ഈ കത്തിയും കൂടെ കൊണ്ടുപോ. ഇതെന്തിനാ എനിക്ക് അച്ചാറിടാനോ? ഷെർലിൻ, യു കൻ ഡു ദിസ്. ജസ്റ്റ് മനസ്സ് ശാന്തമാക്കി വെക്കേ.